ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഒരു സുന്ദരമായ വരി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഇതാണ് ശരിക്കും പുതിയ നിയമത്തിൻ്റെ സ്വർണ്ണ നിയമം എന്നറിയപ്പെടുന്നത്. ഈ സ്വർണ്ണ നിയമം പാലിച്ചു കഴിഞ്ഞാൽ ജീവിതം സുന്ദരമാണ്. എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 10 കൽപ്പനകൾ അതിൻ്റെ ഒരു സാരസംഗ്രഹങ്ങളൊക്കെ രണ്ടാക്കി ചുരുക്കി അതിനകത്തെ ഒരു കാര്യം, മറ്റുള്ളവരെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. സഹോദര സ്നേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാര്യം അതാണ്. അത് തന്നെയാണ് ഈ സ്വർണ്ണ നിയമത്തിൽ പറയുക. മറ്റുള്ളവർക്ക് നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്? നിങ്ങളോട് എങ്ങനെയാണോ മറ്റുള്ളവർ പെരുമാറണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ പെരുമാറുക. അങ്ങനെ നമ്മൾ പെരുമാറുന്ന നമുക്ക് ഒരാനന്ദവും, അങ്ങനെ സ്നേഹിക്കപ്പെടുന്നവർക്ക് വലിയൊരു സന്തോഷം ഉണ്ടാവും. ആ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ് ഒരു വലിയൊരു സ്വർഗം എന്ന് പറയുന്നത്. ആ ഒരു സ്വർഗം എന്നത് യാഥാർത്ഥ്യമാകുന്ന നിമിഷമാണ്. അങ്ങനെ യാഥാർത്ഥ്യമാക്കുന്നൊരു ദിവസമാവട്ടെ ഇന്ന്. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.